കേരള നിയമസഭക്കകത്ത് എഴുതാനാണ് ഈ ജനങ്ങളെന്നെ മാർക്കറ്റിൽ വന്ന് മുഖ്യമന്ത്രിയോട് ഞാൻ കാര്യങ്ങൾ പറയുന്നത് ഇവരുടെ പ്രതിനിധി എന്ന നിലയ്ക്ക് ഞാൻ കാര്യങ്ങൾ സംസാരിക്കുന്നത് അടുത്ത് വെച്ചാൽ പറഞ്ഞിട്ടുണ്ടോ? അത് പറഞ്ഞു എത്രയോ തവണ പറഞ്ഞു, പല കാര്യങ്ങളും പറഞ്ഞു. ഇനിയും അത് വകവെച്ച് നൽകിയിട്ടാണ് അങ്ങനത്തെ സങ്കീർണങ്ങളായ അതായത് മന്ത്രിസഭയോട് മുഖ്യമന്ത്രിയോട് തിരൂരിന്റെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കേണ്ടത് തിരൂർ മാർക്കറ്റിൽ വെച്ചല്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആൾക്കൂട്ടത്തിന് മുന്നിൽ വെച്ചല്ല, നിയമസഭയ്ക്കുള്ളിൽ വെച്ചാണ് എന്നാണ് ഇപ്പോൾ കുറുക്കൽ മൊയ്തീൻ എം എൽ എ, പ്രതിപക്ഷ എം എൽ എ ആണ് പറയുന്നത്. എം എൽ എയുടെ സ്റ്റേറ്റ്മെന്റ് ആ വാലിഡാണ്. പക്ഷേ ഒരു ചോദ്യമുള്ളത്, ഈ സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങൾ കൂടി അധ്യക്ഷനായ താങ്കൾക്ക് അവിടെ പറയാമായിരുന്നില്ലേ എന്നാണ്. എന്തിനും ഇങ്ങനത്തെ ഒരു കോമാളി വേഷം കെട്ടുന്നത് ഞാൻ ചേട്ടാ കൊടുത്തോളൂ. വളരെ നല്ല രീതിയിൽ ആരോഗ്യപരമായ രീതിയിൽ തന്നെ ഇന്ത്യൻ മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രവർത്തനം എന്ന നിലയ്ക്ക് അതിന് ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രവർത്തനം എന്ന നിലയ്ക്ക് ഞങ്ങൾ രീതികളെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നിയമസഭയുടെ ഒരു അംഗമെന്ന നിലയ്ക്ക് ഞങ്ങളുടെ എല്ലാ വേദികളെയും അതിന് പരമാവധി ഉപയോഗിക്കുന്നു. ഇന്ത്യൻ ഭരണഘടന അനുസൃതമായി ഉണ്ടാക്കിയ സ്ഥാപനമാണ് ഇന്ത്യൻ പാർലമെന്റ്. ഈ ജനങ്ങളുടെ വിഷയങ്ങളും ജനങ്ങളുടെ ആവലാതികളും അവതരിപ്പിക്കേണ്ട വേദി എന്നെ സംബന്ധിച്ചിടത്തോളം ആ നിയമസഭയ്ക്കൊക്കെ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ഓരോ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ മറ്റു മന്ത്രിമാരുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. മറ്റ് ലീഗ് നേതാക്കൾ ആരെങ്കിലും ഈ 16 മണ്ഡലങ്ങളും കടന്നു പോകുമ്പോൾ ഈ സദസ്സിന്റെ ഭാഗമാകാൻ സാധിക്കും? ഈ നേതാക്കന്മാരായ ആരും അതേസമയം പി കെ കുഞ്ഞാലിക്കുട്ടി പറയുന്നത് ശക്തമായ പ്രതിഷേധം മലപ്പുറം ജില്ലയായി. അങ്ങനെ വിജയൻ പറയാൻ സാധ്യതയില്ല. പ്രതിഷേധം ഉണ്ടാവും. കേരളം പ്രതിഷേധം, ഞങ്ങൾ ഈ പറയുന്ന ഈ സ്വരം പോലും പ്രതിഷേധത്തിന്റെ ഭാഗമാണ്. അതല്ലാതെ കരിങ്കൊടി കാണിക്കൽ പോലെ പ്രതിഷേധത്തിന് UDF കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്. കടാരയും മുടമടിയും അതേപോലെ തന്നെ കല്ലുകളും കൽച്ചറുകളും മറ്റു ഇതേപോലെ ആക്രമാസക്തമായ പ്രവർത്തനങ്ങൾ നടത്തിയാൽ മാത്രമേ പ്രതിഷേധമാവുകയുള്ളൂ. മഹാത്മജി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി നടത്തിയ സമരത്തിന്റെ പാത നമുക്കറിയാവുന്നതാണ്. അത് ശക്തമായ ഒരു പ്രതിഷേധമായിരുന്നു. പക്ഷേ തിരൂരിൽ 15,000-ലധികം ആളുകളെയാണ് പ്രതീക്ഷിക്കുന്നത് സർക്കാർ. അപ്പോൾ തിരൂരിൽ നടക്കുന്ന ഒരു വലിയ ജനസദസ്സിൽ 3 ലക്ഷത്തിൽ ചില ജനങ്ങളുടെ ഒരു മണ്ഡലത്തിനകത്ത് 15,000 എന്ത് ഒരു കോമാളിയാവാൻ തന്നെ കിട്ടില്ല. തീർച്ചയായിട്ടും ഞാൻ അതിന്റെ ഭാഗമാക്കി. അതായത് സർക്കാർ പ്രതിപക്ഷത്തെ കുറ്റം പറയുന്നതിന് സാക്ഷിയായിട്ട് എനിക്കിരിക്കാൻ പറ്റും. സർക്കാർ പ്രതിപക്ഷത്തെ അല്ല കുറ്റം പറയുന്നത്, ഈ ജനങ്ങളെയാണ്. ഈ ജനങ്ങൾക്ക് വേണ്ടിയാണ് പ്രതിപക്ഷ നിയമസഭക്കൊക്കെ പുറത്ത് ശബ്ദിക്കുന്നത്. പക്ഷെ അപ്പോഴും ഇന്നിപ്പോൾ പ്രഭാത യോഗത്തിൽ താങ്കൾ ഉണ്ടായിരുന്നെങ്കിൽ താങ്കളെ ക്ഷണിക്കുമായിരുന്നു. പ്രഭാത ഭക്ഷണ യോഗത്തിൽ സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ള മനുഷ്യരെത്തി സർക്കാരിനോട് അതിന് ആവശ്യപ്പെട്ടു. ആരും ആ സദസ്സിലുണ്ടായിട്ട് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളുടെ പ്രതിനിധിയുണ്ടായിരുന്നു. പാവങ്ങളായ ആളുകളുണ്ടായിരുന്നു, സമ്പന്നരായ ആളുകൾ, കുബേരന്മാരായ ആളുകൾ അതിന് പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ സൗകര്യമുള്ള പ്രമാണിമാർ എന്നാണ് മുഖ്യമന്ത്രി ഉപയോഗിച്ച് പറഞ്ഞത്. പ്രമാണിമാർ മാത്രമല്ല, അവരെ പ്രമുഖരിനകത്ത് മത്സ്യത്തൊഴിലാളികളും വിദേശത്തുള്ളവരും